2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള സെമി ഫൈനലായി തന്നെയാണ് UDF ഈ തെരഞ്ഞെടുപ്പുകളെയെല്ലാം കാണുന്നത്. പ്രത്യേകിച്ചും 2024 അവസാനം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഇക്കുറി വന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പും ആ രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം UDF കാത്തിരിക്കുകയാണെന്നും 100-ൽ കുറയാതെയുള്ള സീറ്റുമായി 2026-ൽ CPIM-നെ തകർത്തുകൊണ്ട് UDF അധികാരത്തിലേക്ക് എത്തുമെന്നുമാണ് എം സ്വരാജിന്റെ പരാജയത്തിന് ശേഷം, അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ മിന്നുന്ന നിലമ്പൂരിലെ വിജയത്തിനു ശേഷം പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞത്. നേരത്തെ തന്നെ KPCCയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ട് വിലയിരുത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. PV അൻവറിനെ കൂടി ഒപ്പം കൂട്ടിയിരുന്നെങ്കിൽ UDF-ന്റെ വിജയം തിളക്കമാർന്നതാകുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി വളരെ വ്യക്തമായിരുന്നു. ഇത് പൊളിറ്റിക്സ് അല്ലേ, അങ്ങനെ ഇന്ന പാർട്ടിയിൽ വേണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റുമോ? അൻവർ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞതിലെ പരമാവധി സമാഹരിച്ചു. പക്ഷേ അതെല്ലാം പിണറായി വിരുദ്ധ വോട്ട് തന്നെയായിരുന്നു. പിണറായി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലായിരുന്നുവെങ്കിൽ എം സ്വരാജിനെതിരെ ആര്യാടൻ ഷൗക്കത്തിന് 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. തൃക്കാക്കരയിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിച്ചത്. പാലക്കാട് 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത്. പുതുപ്പള്ളിയിൽ 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. അത്തരത്തിലൊരു മികവാർന്ന ലീഡിലേക്ക്, ഒരുപക്ഷെ 25,000 കടന്നുകൊണ്ടുള്ള ഒരു ലീഡിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എത്തുമായിരുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ അൻവറിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. UDF-ലേക്ക് അൻവറിനെ സ്വാഗതം ചെയ്യേണ്ടതിന്റെ അനിവാര്യത കെ മുരളീധരൻ അടക്കമുള്ള, പ്രത്യേകിച്ച് മുൻ KPCCയുടെ അധ്യക്ഷനായ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വീണ്ടും പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നതിന് കാരണമുണ്ട്. UDF ഒറ്റക്കെട്ടായി നിൽക്കണം. സമാന മനസ്ഥിതിയുള്ള എല്ലാവരെയും ചേർത്താൽ മാത്രമേ പിണറായി എസത്തെ പരാജയപ്പെടുത്താൻ കഴിയൂ. ആശയപരമായി UDF-മായി ഒത്തുചേർന്ന് പോകുന്ന രാഷ്ട്രീയമാണിപ്പോൾ CPIM-നെതിരെ PV അൻവർ എടുത്തിരിക്കുന്നത്. ആ അൻവറിന് വലിയ രീതിയിലുള്ള സ്വാധീനം പല മണ്ഡലങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഏറനാട് ആയിരുന്നാലും ഇപ്പോൾ നിലമ്പൂരായിരുന്നാലും അദ്ദേഹത്തിന് കാര്യമായ വോട്ട് ശേഖരിക്കാൻ കഴിയും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK ബഷീറിനെതിരെ അൻവർ 47,000 വോട്ടുകൾ ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. CPI-യുടെ വോട്ടുകൾ കൂടി കൃത്യമായി അത് പിണറായി വിരുദ്ധ വോട്ടുകളായി തന്നെ CPI വോട്ടുകൾ ശേഖരിക്കപ്പെടുകയാണ്. ആ വോട്ടുകൾ കൃത്യമായി എത്തേണ്ടിയിരുന്നത് ഷൗക്കത്തിലേക്കാണ്. CPI വോട്ടുകൾ ഷൗക്കത്തിലേക്ക് എത്താതെ അൻവറിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും CPI വോട്ടുകൾ എങ്ങനെയാണോ ഏറനാട് അൻവർ സമാഹരിച്ചത്, അതുപോലെ തന്നെ ഒരു സമാഹരണം കൃത്യമായി കണ്ടിട്ടുണ്ട്. കാരണം ഇടതുപക്ഷത്തിനകത്ത് CPIM-ആണ് കേഡർ സംവിധാനമുള്ള പാർട്ടി. CPIക്ക് അത്ര വലിയ കേഡർ സംവിധാനമൊന്നുമില്ല. ചുരുക്കം ചില ജില്ലകളിൽ മാത്രമാണ് CPIക്ക് ആധിപത്യമുള്ളത്. തൃശ്ശൂരിലും കൊല്ലത്തും അത്തരത്തിൽ മാത്രമാണ് CPIക്ക് ആധിപത്യമുള്ള ജില്ലകളുള്ളത്. കാസർഗോഡുള്ള ചില മേഖലകളിൽ CPIക്ക് ആധിപത്യമുണ്ട്. കണ്ണൂരിലൊന്നും തൊടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇടുക്കി ജില്ലയിലും CPIയുടെ ആധിപത്യത്തെ വെട്ടിച്ചുരുക്കാൻ CV വർഗീസ് ഉൾപ്പെടെയുള്ളവർ തരം താഴ്ന്ന കളികൾ കളിക്കുന്നു എന്ന് പൊതു പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നു. പാലക്കാട് CPIക്ക് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ CPI വോട്ടുകൾ അത് കൃത്യമായി സമാഹരിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും പിണറായിയുടെ അതിപ്രസരത്തിനെതിരെ. പക്ഷേ സ്വരാജിനെതിരെ മത്സരിച്ചത് വാസ്തവത്തിൽ അൻവർ തന്നെയാണ് എന്ന് കണക്കാക്കേണ്ടി വരും. കാരണം സ്വരാജിനെതിരെ ശേഖരിച്ച വോട്ട് അൻവറിൻ്റെതാണ് എന്ന് കണക്കാക്കാൻ കഴിയില്ല. സ്വരാജിന് പരമാവധി ഇത്രയേ കിട്ടുകയേ ഉള്ളായിരുന്നു. പക്ഷേ ഷൗക്കത്തിന് കിട്ടേണ്ടിയിരുന്നത് ഇത് കുറച്ചുകൂടി മെച്ചമുള്ള രീതിയിലായിരുന്നു എന്നാണ് പ്രസ്താവനകൾ വന്നിരിക്കുന്നത്.